മില്യൻ മലയാളി ക്ലബ്ബ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ മികച്ച അനുഭവമാണ് ലഭിക്കുന്നതെന്ന് സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളിയേരി പറയുന്നു. ആപ്ലിക്കേഷൻ ഗായകൻ ഹരിഹരൻ ഉൾപ്പെടെയുള്ള സംഗീത ലോകത്തെ പ്രമുഖർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആപ്പാണ് മില്യൻ മലയാളി ക്ലബ്ബ് എന്ന് പ്രകാശ് ഉള്ളിയേരി. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സംഗീത സംവിധായകനും അതുപോലെ തന്നെ സംഗീത അധ്യാപകനും കൂടിയായ പ്രകാശ് ഉള്ളിയേരിയാണ്. നമ്മുടെ 24ൻ്റെ പുതിയ ഇനീഷ്യേറ്റീവായ മില്യൻ മലയാളി ക്ലബിൻ്റെ ആപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കിടാനാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഇന്ന് ചേരുന്നത്. അദ്ദേഹം ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ ആപ്പിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയും. അദ്ദേഹത്തോട് ചോദിക്കാം, നമുക്ക് ഈ ആപ്പ് കണ്ടിരുന്നോ, ഇത്തരത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയത് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ സത്യത്തിൽ 24ൻ്റെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാനിത്. പക്ഷേ ഇത് ഭയങ്കര ഒരു സംഭവമാണ് ശരിക്കും. 24-നൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വർത്തായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. കാരണം നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിലൂടെ നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ ബ്ലഡ് വേണമെങ്കിൽ, ഇനി ഇതെല്ലാം ആണെങ്കിൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഇതിൽ എന്തെങ്കിലും ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. ഒരു ചാനൽ അങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നത് ഭയങ്കര സൗകര്യമാണ്. അതുമല്ല, സാധാരണ ആൾക്കാർക്കും അതുപോലെ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാർക്കും ഒരു കണക്ഷൻ, നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ ഈ ഒരു വെഞ്ചറിലൂടെ സാധിക്കുന്നു എന്നുള്ളതിൽ ഭയങ്കര അഭിമാനമുണ്ട്. 24-ന് എൻ്റെ എല്ലാവിധ മനസ്സ് തുറന്ന ആശംസകൾ നേരുന്നു ഞാൻ ഈ ഒരു ഇനിഷ്യേറ്റീവിന്. ഒരുപാട് സംഗീത സംവിധായകരെ അതുപോലെ തന്നെ പാട്ടുകാരെയൊക്കെ വലിയ പരിചയമുള്ളൂ. അത് അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ MMC ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുമോ, അത് അവരോട് ഉപയോഗിക്കാൻ ഒന്ന് പറയാമോ? ഞാനിത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ, കാരണം എൻ്റെ ഒരു ബന്ധത്തിൽ ഒരുപാട് ലോകത്തിലുള്ള ലെജൻസുകൾ ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഹരിഹജി ആയാലും ശങ്കർജി ആയാലും. അപ്പോൾ ഇതൊരു പുതിയ ആപ്പിനാണ്. ഞാൻ തീർച്ചയായിട്ടും അത് എല്ലാവരിലേക്ക് എത്തിക്കണമല്ലോ. കാരണം അത്രയും നല്ലൊരു കാര്യമല്ലേ. ഇനി അവർക്കും ഇതിൻ്റെ ഒരു പാട്ടായിട്ട് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതൊരു വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യും. അത്രയും വർത്തായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്ന്, നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതിന് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനൊക്കെ കഴിയുന്നില്ല അത്തരത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ വളരെ സിമ്പിളീകരിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു ഇനിഷ്യേറ്റീവ്. ശരിക്കും സാധാരണ ചില സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് തൊണ്ണൂറ്റിൻ്റെ തന്നെയായാലും കുറേ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ എളുപ്പമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ട് അത് ചാറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇതിലുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് ഇതൊരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. കാരണം ഇത് വർത്താണ്. പ്രകാശ് ഉള്ളിയേരി പറയുന്നത്, അതായത് ഈ ആപ്പ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ അതിൽ ഒരുപാട് നന്മപരമായ ഒരുപാട് കാര്യങ്ങൾ ആ ആപ്പിലൂടെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. മാത്രവുമല്ല, അദ്ദേഹം ഇത് കൂടുതൽ ആളുകളിലേക്ക് റെഫറൻസ് ചെയ്യുമെന്നുൾപ്പെടെയുള്ള സന്തോഷപരമായ കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.